ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഒരുക്കും സ്വാഗതം. വിനീത് ശ്രീനിവാസന്റെ ആദ്യ സംവിധാന സംരംഭം മലർവാടി ആർട്സ് ക്ലബിന്റെ 15ാം വാർഷികമാണെന്ന്. ഇന്ന ദിവസം വിനീതിന്റെ പുതിയ സിനിമയുടെയും നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ സിനിമയുടെയും ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് വന്നിരിക്കുകയാണ്. നിവിൻ പോളി അജു വർഗീസ് തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്ന അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സർവം മായ. ചിത്രത്തിന്റെ കാണുന്ന പോസ്റ്ററാണ് ഇന്ന് റിലീസ് ആയിരിക്കുന്നത്. ഒരു നാട്ടിൻ പുറത്ത് നടക്കുന്ന കഥയുമായിട്ടാണ് ചിത്രം ഈ വർഷം ക്രിസ്മസിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടൊരുങ്ങുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരിക്കുകയാണ്. തിര എന്ന സിനിമയ്ക്ക് ശേഷം വിനീത് സംവിധാനം ചെയ്യുന്ന ത്രില്ലർ സിനിമയ്ക്ക് കരം എന്ന് പേരിട്ടിരിക്കുന്നു. ചിത്രം 2025 സെപ്റ്റംബർ 25-ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഒഫീഷ്യൽ പ്രഖ്യാപനം. നോബൽ ബാബു തോമസ് എഴുതി നായകനെ എത്തുന്ന സിനിമ കൂടി എന്നൊരു പ്രത്യേകത കൂടി കരം എന്ന സിനിമയ്ക്കുണ്ട്. ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഫഹദിന്റെ ഓടും കുതിര ചാടും കുതിര സിനിമയുടെ പുതിയ പോസ്റ്റർ റിലീസ് ആയിരിക്കുന്നു. ഒപ്പം സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം കൂടി വരുമ്പോൾ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും ഒരാഴ്ച മുന്നേ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഫഹദും കല്യാണിയും ഒരുമിക്കുന്ന സിനിമ ഓഗസ്റ്റ് 29-ന് തിയേറ്ററുകളിലേക്ക് എത്തും. സൂര്യ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സിനിമയാണല്ലോ കറുപ്പ്. ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സ് ഇപ്പോഴത്തെ തിങ്ക് മ്യൂസിക് സ്വന്തമാക്കിയിരിക്കുന്നു. സിനിമയുടെ ടീസർ ഈ വരുന്ന സൂര്യയുടെ ജന്മദിനത്തിൽ ജൂലൈ 23-ന് റിലീസാകുമെന്നൊരു പ്രതീക്ഷയാണ് തമിഴ് ട്രാക്കസ് പുറത്തുവിടുന്നത്. വിജയ് സേതുപതി, നിത്യ മേനോൻ തുടങ്ങിയവരെ പ്രധാന റോളുകളെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് തലൈവൻ തലൈവി. അടുത്തയാഴ്ച ജൂലൈ 25-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ട്രെയിലർ നാളെ റിലീസാകുമെന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. മലയാളത്തിൽ അടുത്ത ബിഗ് ബഡ്ജറ്റ് സ്റ്റൈലിഷ് ആക്ഷൻ സിനിമ പൃഥ്വിരാജ് നായകനെ എത്തുന്ന ഖലീഫ എന്ന സിനിമയുടെ പൂജ അങ്ങനെ ഇന്ന് നടന്നിരിക്കുകയാണ്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് അടുത്ത മാസം മാത്രമേ ആരംഭിക്കുകയുള്ളൂ. പല വിദേശ രാജ്യങ്ങളിലെ ഷൂട്ട് ചെയ്യുന്ന ഈ ബിഗ് ബഡ്ജറ്റ് പൃഥ്വിരാജ് സിനിമയ്ക്ക് ആദ്യ ഷെഡ്യൂൾ ലണ്ടനിലായിരിക്കുമെന്നും ഓഗസ്റ്റ് 6-ാം തീയതി സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ആരംഭിക്കുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. 10 ദിവസത്തെ ഷൂട്ട് മാത്രമേ ആദ്യ ഷെഡ്യൂളിൽ ഉണ്ടാകുകയുള്ളൂ. നിലവിൽ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് തിരക്കുകളിലായിരിക്കുന്ന പൃഥ്വിരാജിന് മലയാളത്തിൽ നിന്നും 2 സിനിമകളിൽ നിന്നും കാമിയോ റോൾസിന്റെ ഓഫേഴ്സ് വന്നിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതിലൊന്ന് അടുത്ത മാസം ഷൂട്ടിംഗ് ആരംഭിക്കുന്ന മോളിവുഡ് ടൈംസ് എന്ന സിനിമയിൽ നിന്നാണെങ്കിൽ മറ്റൊന്ന് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആസിഫ് അലി നായകനായി എത്തുന്ന ടിക്കി ടാക്കിയിൽ നിന്നാണ്. ഈ 2 സിനിമകളിലെ കാമിയോ റോൾ ഓഫേഴ്സ് പൃഥ്വിരാജ് സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.